ഇന്ന് ജൂലൈ 29 7 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. ഒട്ടനേകം സിനിമകളുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് ആമിർ ഖാന്റെ സിതാരെ സമീൻ ബാർ എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ആകില്ല, ഇപ്പോഴത്തെ യൂട്യൂബിലൂടെ ഡയറക്റ്റ് റിലീസ് ആണ് എന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. വരുന്ന ഓഗസ്റ്റ് 1 സിനിമ യൂട്യൂബിൽ ആമിർ ഖാന്റെ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ആകുന്നതാണ്. 100 രൂപ കൊടുത്ത് സിനിമ കാണാമെന്ന് കൂടി ആമിർ ഖാൻ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കാം. രണ്ടാമത്തേത് ഒരു തെലുഗു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. അറേബ്യ കടലി എന്നാണ് സീരീസിന്റെ പേര്. ഈ തെലുഗു സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ അടുത്തയാഴ്ച ആമസോൺ പ്രൈമിലൂടെ ഓഗസ്റ്റ് 8 OTT റിലീസ് ആകുന്നതാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിദേശ ചിത്രം 28 Years Later എന്ന സിനിമ ഇപ്പോഴത്തെ റിലീസ് ആയിരിക്കുകയാണ്. ഡിജിറ്റൽ റിലീസായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് നിലവിൽ സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. തമിഴിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ 3 BHK എന്ന സിദ്ധാർത്ഥ നായകനെ എത്തിയ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുന്നു. ചിത്രം ഈ ആഴ്ച ഓഗസ്റ്റ് 1 സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസാകുമെന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. സിംപ്ലി സൗത്തിനെ കൂടാതെ ആമസോൺ പ്രൈമിലും സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമ റെഡ് സാൻഡൽവുഡ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ ആഴ്ച ജൂലൈ 31 ETV വിൻ OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ റിലീസ് ആകുന്നതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തിയ സൂപ്പർ സിന്ദഗി കഴിഞ്ഞ ഒരുപാട് ആഴ്ചകളായിട്ട് കമ്മിങ് സൂൺ OTT പോസ്റ്റർ മനോരമ മാക്സിൽ വന്ന സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ ആഴ്ച ഓഗസ്റ്റ് 1 സിനിമ മനോരമ മാക്സിൽ റിലീസ് ആകുന്നതാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പലതവണ ഫ്ലവേഴ്സ് ചാനലിലും സിനിമ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് എത്തിയതാണ്. അങ്ങനെ മാമൻ എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സൂര്യ നായകനെത്തിയ സിനിമ മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ഇപ്പോഴത്തെ 2 മാസങ്ങൾക്ക് ഇപ്പുറമാണ് സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 8 അടുത്തയാഴ്ച C5 സിനിമ റിലീസാകുമെന്നാണ് ഒഫീഷ്യൽ OTT പ്രഖ്യാപനം. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്.